ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, ഇത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ ദിവസങ്ങളെങ്കിൽ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളാണോ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠതയായി മാറുക? അതിൽ ഏതിനാണ് ശ്രേഷ്ഠത? മഹാനവറുകൾ നൽകിയ ഉത്തരത്തിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞത്, ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് അല്പം വിശദീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് വേർതിരിച്ച് മനസ്സിലാക്കണം എന്ന്. അയ്യാമു അശ്രി ദുൽഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്രി മിൻ റമദാൻ. റമദാനിന്റെ അവസാനത്തെ 10 പകലുകളേക്കാൾ, ശ്രദ്ധിക്കുക, റമദാനിന്റെ അവസാനത്തെ 10 പകലുകളേക്കാൾ ദുൽഹിജ്ജയിലെ ആദ്യ ദിനത്തിലെ പകലുകൾക്കാണ് ശ്രേഷ്ഠത. അതേ അവസരത്തിൽ വല്ലയാലിൽ അശ്റുൽ അവാഖിർ മിൻ റമദാൻ, റമദാനിന്റെ അവസാനത്തെ 10 രാത്രികളാണ് അഫ്ളലു മിൻ ലയാലി അശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളേക്കാൾ ശ്രേഷ്ഠത റമദാനിന്റെ അവസാനത്തെ 10 രാത്രികൾക്കാണ്. അപ്പൊ പകലുകൾ നോക്കുകയാണെങ്കിൽ റമദാനിന്റെ അവസാന 10 പകലുകളെക്കാളും ദുൽഹിജ്ജയുടെ ആദ്യ 10കൾക്കാണ് ശ്രേഷ്ഠത. രാവുകളെ പരിഗണിക്കുമ്പോൾ റമദാനിന്റെ ആ രാവുകൾക്കാണ് പ്രാധാന്യമുള്ളത് എന്ന് വേർതിരിച്ച് തന്നെ അദ്ദേഹം വിവരിക്കുകയുണ്ടായി. എന്തായിരുന്നാലും സഹോദരങ്ങളെ, പ്രാധാന്യമുണ്ട് എന്നുള്ളതിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി വേറെ അതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകിക്കൊണ്ട് ആ ദിവസങ്ങളെ സജീവമാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, എന്തായിരിക്കാം ഇത്രത്തോളം ശ്രേഷ്ഠത ഈ ദിനങ്ങൾക്കുണ്ടാകാൻ കാരണം? മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രകടമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ആ ദിനങ്ങളെ നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ലിമകാനി ജിത്തിമായി ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി, ഇബാദത്തുകളുടെ ഉമ്മമാരെന്നറിയപ്പെടുന്ന, ആരാധനകളുടെ കൂട്ടത്തിലെ മാതാക്കൾ എന്നറിയപ്പെടുന്ന വമ്പിച്ച വലിയ വലിയ ഇബാദത്തുകളെല്ലാം ഒന്നിച്ച് സമ്മേളിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഏതൊക്കെ? വഹിയ സ്വലാ, 5 നേരത്തെ നിസ്കാരവും സുന്നത്ത് നിസ്കാരങ്ങളും അടക്കമുള്ള നമസ്കാരം ഇതിലുണ്ട്. അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനമുണ്ട്, അതുപോലെ സദഖയുണ്ട്, അതുപോലെ തന്നെ ഹജ്ജിന്റേതായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഇതെല്ലാം കൂടി സമ്മേളിക്കുന്ന ഒരു ദിനങ്ങൾ വേറെയില്ല. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.